ഈ കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് TM ജേഴ്സൺ എന്ന ഉദ്യോഗസ്ഥനെയും 2 ഏജന്റുമാരെയും വിജിലൻസ് കൈക്കൂലിയുമായി കയ്യോടെ പൊക്കിയത്. ഈ ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലെ പരിശോധനയിൽ മദ്യവും പണവും പിടിച്ചെടുത്തു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു മിനി ബാർ ഉണ്ടെന്നാണ് പരിശോധനയിൽ വ്യക്തമായത്. RTO ഉദ്യോഗസ്ഥൻ TM ജേഴ്സന്റെ കൊച്ചിയിലെ വീട്ടിലെ വിജിലൻസ് പരിശോധന പൂർത്തിയായി. ജേഴ്സൺ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇയാളെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യും. വീട്ടിലെ പരിശോധനയിൽ മദ്യവും 64,000 രൂപയുമാണ് പിടിച്ചെടുത്തത്. വാളയാറിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാനെന്ന പേരിൽ ജേഴ്സൺ പണം പിരിച്ചോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കാരണം നമ്മുടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്ന സംഭവങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഈ TM ജേഴ്സൺ എന്ന RTO ഉദ്യോഗസ്ഥൻ വലിയ രീതിയിൽ ഒരു പണപ്പിരിവ് നടത്തി കൈക്കൂലി വാങ്ങിയിരുന്നു. മാത്രമല്ല, ഇയാളുടെ വീട്ടിലൊരു മിനി ബാർ ഉണ്ട് എന്നാണ് വിജിലൻസിൻ്റെ പരിശോധനയിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞത്. എങ്ങനെയായിരുന്നു ഈ കൈക്കൂലി ഇടപാടുകൾ? ഇതിന് പിന്നിൽ ഏജന്റുമാരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഒരു ജേഴ്സൺ മാത്രമായിരിക്കുമോ കൈക്കൂലിക്കാരൻ? വലിയൊരു സംഘം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? എന്തായാലും വിജിലൻസിന്റെ അറസ്റ്റിലായ എറണാകുളം RTO ജേഴ്സൺ ചില്ലറക്കാരനല്ല. വീട്ടിൽ നോട്ട് കെട്ടുകളൊക്കെ ഈ റബ്ബർ ബാൻഡിൽ പൊതിഞ്ഞ് ചുരുട്ടിയ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. വിജിലൻസ് ഇന്നലെ രാത്രി തുടങ്ങിയ പരിശോധന ഏകദേശം 20 മണിക്കൂർ പിന്നിട്ട് ഇന്ന് രാവിലെയാണ് അവസാനിച്ചത്. അതിനുശേഷം ഉദ്യോഗസ്ഥർ പറഞ്ഞത് വരവിൽ കവിഞ്ഞ സ്വത്തുക്കൾ ജേഴ്സന്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെയെങ്കിൽ അത് കൈക്കൂലി വാങ്ങിയതാണെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു പറയുന്നത്. ഒപ്പം വീട്ടിൽ 70-ലധികം മദ്യക്കുപ്പികൾ, 74ഓളം മദ്യക്കുപ്പികൾ, അതും വിദേശ മദ്യക്കുപ്പികളാണ് തോന്നുന്നു. ബിവറേജിൽ പോലും കാണാത്ത അത്ര വില കൂടിയ മദ്യക്കുപ്പികളാണ് ജേഴ്സന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. ഇതെല്ലാം കൈക്കൂലിയുടെ ഭാഗമായിട്ടൊക്കെ വാങ്ങിയതാണോ എന്നൊരു സംശയമാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ വിജിലൻസ് കുറച്ച് നാളുകളായി ജേഴ്സന്റെ ഒരു നിരീക്ഷണ വലയത്തിലായിരുന്നു. ഈ ഫോർട്ട് കൊച്ചി ചെല്ലാനം റൂട്ടിലോടുന്ന ഒരു ബസ്, അതിന്റെ പെർമിറ്റ് അവസാനിച്ചിരുന്നു. അതിന് പിന്നീട് പെർമിറ്റിന് വേണ്ടി ജേഴ്സനെ ബന്ധപ്പെടുന്നു. പക്ഷെ ജേഴ്സൺ താൽക്കാലിക പെർമിറ്റ് ആയിരുന്നു കൊടുത്തത്. അതിന്റെ കാലാവധി അവസാനിക്കുമ്പോഴാണ് വീണ്ടും പുതുക്കി നൽകണമെന്ന് ഈ ബസ് ഉടമ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത് ജേഴ്സൺ 2 ഇടനിലക്കാരെ വിട്ടതിന് ശേഷം പറയുന്നു കൈക്കൂലി കൊടുത്ത 5,000 രൂപയും ഒരു കുപ്പിയും കൊടുത്താൽ മാത്രമേ പെർമിറ്റിന് വീണ്ടും പുതുക്കി നൽകുകയുള്ളൂ എന്ന്. അങ്ങനെ ഇന്നലെ വൈകുന്നേരം 2 ഏജന്റുമാർ ഈ കൈക്കൂലി വാങ്ങുന്നതിന് വേണ്ടി എത്തിയതായിരുന്നു. പക്ഷേ ഈ ബസിന്റെ ഉടമ ഇത് വിജിലൻസിനെ അറിയിക്കുകയും വിജിലൻസ് ഇവരെ പിടികൂടുകയും ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലാണ് RTO ജേഴ്സന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പണം കൈപ്പറ്റിയതെന്ന് മനസ്സിലാകുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് ജേഴ്സനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. പിന്നീട് വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വില കൂടിയ മദ്യക്കുപ്പികളും ഈ നോട്ടുകെട്ടുകളും ഒക്കെ കണ്ടെത്തിയത്. ഒപ്പം ഈ പരിശോധനയിൽ നിന്ന് വ്യക്തമായത് നിരവധി രേഖകൾ, ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അതിശയം തോന്നുന്നുണ്ട്. കാരണം മുന്തിയിനം മദ്യക്കുപ്പികളാണ് വീട്ടിലെ റെയ്ഡിൽ വിജിലൻസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ മദ്യമെല്ലാം, അതായത് ഈ വിദേശ മദ്യമെല്ലാം ഇയാൾക്ക് കൈക്കൂലിയായി ലഭിച്ചതാണോ? അങ്ങനെയാണ് പോലീസ് സംശയിക്കുന്നത്. അത് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കുപ്പി, ഇത്രയും വില കൂടിയ മദ്യക്കുപ്പികളൊക്കെ എവിടെ നിന്ന് കണ്ടെത്തിയെന്ന് മനസ്സിലാകുകയുള്ളൂ. അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത് വീട് ഒരു മുറി, ഒരു മിനി ബാറായിട്ട് തന്നെ തോന്നും. ഈ ബിവറേജിൽ പോലും ഇല്ലാത്ത പലതരത്തിലുള്ള കുപ്പികൾ, കാണാത്ത കുപ്പികളാണ്. അതും മുന്തിയ ഇനം നല്ല വില വരുന്ന കുപ്പികളാണ് ആ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തത്. ഇതെല്ലാം കൈക്കൂലിയായി കിട്ടിയതാണോ അതോ കൈക്കൂലി വാങ്ങിയ പൈസ കൊണ്ട് വാങ്ങിയതാണോ? അങ്ങനെ സംശയങ്ങൾ ബാക്കിയാകുന്നുണ്ട്. ഒപ്പം ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാനെന്ന പേരിലുമൊക്കെ ജേഴ്സൺ പല ആളുകളിൽ നിന്നുമൊക്കെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. ഈ ചെക്ക് പോസ്റ്റിലൊക്കെ പൈസ കൊടുത്താൽ മാത്രമേ സാധനം വിട്ടുകിട്ടു തരൂ എന്നൊക്കെ ഓരോരുത്തർക്ക് വാഗ്ദാനം നൽകി അവരിൽ നിന്നും പൈസ തട്ടിയെന്ന് പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ വലിയൊരു തട്ടിപ്പുകാരനായി അല്ലെങ്കിൽ വലിയൊരു അഴിമതിക്കാരനായി തന്നെ ഈ RTO ഉദ്യോഗസ്ഥൻ മാറി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വൈകിട്ടോടുകൂടി തന്നെ അങ്ങനെയെങ്കിൽ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നില്ലേ? ഇത് എങ്ങനെയായിരുന്നു? എന്തിനു വേണ്ടിയാണ് ഈ കൈക്കൂലി വാങ്ങിയത്? ആരൊക്കെയാണ് ഈ കൈക്കൂലി പണം കൈപ്പറ്റിയിരുന്നത്?
ഇതിന് പിന്നിൽ എങ്ങനെയാണ് ഈ ഏജന്റുമാരുടെ പ്രവർത്തന രീതി എങ്ങനെയാണ്? ഈ വിജിലൻസിന്റെ പരിശോധനയിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്? ഈ ജേഴ്സൺ വിജിലൻസ് നൽകിയിരിക്കുന്ന മൊഴി എങ്ങനെയാണ്? ടോമി, ഏജന്റുമാരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇവർക്ക് എന്താണ് ജോലി, ഇവരെങ്ങനെയാണ് ഈ RTOയുമായി ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ആളുകളിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നത്, അതെല്ലാം അന്വേഷണ പരിധിയിലാണ്. അത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഏജന്റുമാരെയും RTOനെയൊക്കെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇവർ തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്, ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഈ ജെയ്സന് വേണ്ടിയിട്ട് പണം പിരിക്കുന്നത് ഈ ഏജന്റുമാർ തന്നെയാണോ അതോ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ, അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. ഇതിനെല്ലാം വരും മണിക്കൂറിൽ നമുക്ക് ഉത്തരം കണ്ടെത്താനും കഴിയും. ഇപ്പോൾ പിടിയിലായ രണ്ടുപേർ അവരുടെ വീട്ടിലൊക്കെ പരിശോധന നടത്തിയിട്ടുണ്ട്. അവരിലൊക്കെ ഈ പണം, അവരിലുമൊക്കെ ഇത്തരത്തിലുള്ള എടുത്ത പണം അല്ലെങ്കിൽ ആളുകളിൽ നിന്നും പിരിച്ചെടുത്ത പണം ഉണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അവരുടെ വീട്ടിലും പരിശോധന നടത്തി. ഒപ്പം ഈ ജേഴ്സൺ ഒരുപാട് സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അതായത് ഈ കിട്ടുന്ന ശമ്പളമല്ല, അതിൽ കൂടുതലുള്ള കാര്യങ്ങളൊക്കെ, സ്വത്തുക്കളൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ും അന്വേഷണ സംഘത്തിന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ കണ്ടുകിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതിലെല്ലാം ഒരു വിശദമായ പരിശോധന ആവശ്യമാണ്. അതിനു മുമ്പ് ഇന്ന് കോടതിയിൽ ഹാജരാക്കണം. കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം അബ്കാരി ആക്ട് പ്രകാരമുള്ള കേസും ചുമത്തിയിട്ടുണ്ട്. കാരണം കയ്യിൽ കരുതാവുന്ന അളവിൽ കൂടുതലുള്ള മദ്യം കൈവശം വെച്ചതിനാണ് ആക്ട് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ ഇനി എന്താണ് കൂടുതൽ, ഈ എവിടെയൊക്കെയാണ് സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്, അതിൽ ഈ ഒരു ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന ഇവർ രണ്ടുപേരും മാത്രമാണോ, കൂടുതൽ ആളുകളൊക്കെ ഉണ്ടോ എന്നതൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. വിജിലൻസ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറിൽ അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേട്ടോ, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. RTO ഉദ്യോഗസ്ഥനാണ് കൈക്കൂലിയുമായി കഴിഞ്ഞ ദിവസം പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മുന്തിയിനം വിദേശ മദ്യ കുപ്പികളടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പിന്നിൽ വലിയൊരു സംഘം തന്നെ ഈ കൈക്കൂലിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജിലൻസ് പരിശോധിക്കുന്നതാണ്. പത്തനംതിട്ട ടൗണിൽ ഗുണ്ടാക്രമണം. വ്യാപാര സ്ഥാപനത്തിൽ കയറി ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ചു. പശ്ചിമ ബംഗാൾ സ്വദേശി അബ്ദുൾ റഹ്മാനാണ് മർദ്ദനമേറ്റത്. കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നാണ് ആരോപണം. ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പിള്ളേർ ഇവിടെ ചില ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഗേറ്റിൽ വന്നിട്ട് അതിൻ്റെ അടുത്ത് വന്നിട്ട് മൂത്രമൊഴിക്കാൻ ശ്രമിച്ചു ഒരു പയ്യൻ. ഈ തൊഴിലാളി പറഞ്ഞു ഇച്ചിരി അങ്ങോട്ട് മാറി നിന്ന് മൂത്രമൊഴിക്കാൻ പറഞ്ഞു. ഇയാൾ മൂത്രമൊഴിച്ചിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്തു, കൂട്ടുകാരെ വിളിച്ചു വരുത്തി. അടുത്ത് തന്നെ കൂട്ടുകാരുണ്ടായിരുന്നു. ഇവരൊരു വണ്ടിയിലാണ് വന്നെന്ന് തോന്നുന്നു. വണ്ടിയിൽ കൂട്ടുകാരെല്ലാം കൂടെ വന്നിട്ട് തർക്കമായി. ഈ പയ്യനുമായിട്ട് തർക്കമായിട്ട് ഇവനെ കൊലവിളി നടത്തി. ഇവനെ കൊല്ലുമെന്നും പൂളുമെന്നും കത്തിക്കുമെന്നും ഒക്കെ പറഞ്ഞ് ഭീഷണി ഉണ്ടാക്കി. അപ്പോൾ ഇവർക്ക് വൈരാഗ്യം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ തിങ്കളാഴ്ച ഇവിടെ വന്ന് ഇവരെ അറിയാവുന്ന അറിയാൻ സാധ്യതയുള്ള ഒരാളിനോട് ഞാൻ അന്വേഷിച്ചു. അതായത് തിങ്കളാഴ്ച വൈകിട്ട് 8 മണിക്ക് ഇവര് സംഘടിച്ചിവിടെ എത്തി. എൻ്റെ വേലി ഫെൻസിങ് ഉണ്ടായിരുന്നു, ഫെൻസിങ് പറിച്ച് അകത്ത് കയറി മേളത്തെ നിലയിൽ കയറി ഇവനെ മർദ്ദിച്ചു. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഒരു പത്തനംതിട്ട നഗരത്തിലാണ് ഇതുപോലുള്ളൊരു ഗുണ്ടാക്രമണം ഉണ്ടാകുന്നത്. പോലീസ് പരാതി നൽകിയിട്ട് നടപടി സ്വീകരിച്ചില്ലെന്ന് പറയുന്നു. ഇതിന് പിന്നിൽ ഒരു കൊട്ടേഷൻ ആക്രമണമാണോ അതോ വ്യക്തിപരമായ വിരോധമാണോ ഈ രീതിയിൽ ആക്രമണത്തിൽ കലാശിക്കാനുള്ള കാരണം? ടോം, ഇത് ഞായറാഴ്ചയാണ് ഈ വ്യാപാര സ്ഥാപനത്തിനുള്ളിൽ ഒരു തർക്കമുണ്ടാകുന്നത്. ആ തർക്കത്തെ തുടർന്നുണ്ടായ ഒരു പ്രശ്നമാണ് ഈ മർദ്ദനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഒരു ഹാർഡ്വെയർ ഷോപ്പാണ്. അവിടെ നിൽക്കുന്ന പശ്ചിമബംഗാൾ സ്വദേശിയായ അബ്ദുൾ റഹ്മാനാണ് മർദ്ദനമേറ്റത്. എന്തായാലും ഈ കടയ്ക്ക് മുന്നിൽ ഞായറാഴ്ച ഒരു തർക്കമുണ്ടാകുന്നു. ആ തർക്കത്തിന് ശേഷം പിറ്റേ തിങ്കളാഴ്ച ഇവർ സംഘം ചേർന്ന് രാത്രി 8 മണിയോട് കൂടി കടയിൽ എത്തുന്നു. ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് എത്തിയതിനു ശേഷമാണ് ഈ അബ്ദുൾ റഹ്മാനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണ് കടയ്ക്കുള്ളിലിട്ട് മർദ്ദിക്കുന്നത്. എന്തായാലും പോലീസ് ഈ കടയുടമ ആരിഫ് ഖാൻ
പരാതി കൊടുത്തിട്ടും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അന്വേഷണം പോലീസിനുണ്ടായില്ല. എന്തായാലും പത്തനംതിട്ട നഗരത്തിലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വീട് കയറിയ അക്രമം, അതുപോലെ അത്തരമുള്ള അക്രമങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുമ്പോഴും പോലീസ് ഇക്കാര്യത്തിൽ വേണ്ട രീതിയിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപമാണ് ഈ കടയുടമയ്ക്കും ഈ പ്രദേശത്തെ ആളുകൾക്കുമൊക്കെ ഉള്ളത്. എന്തായാലും വലിയ ഭീതിയിലാണ് ആളുകൾ. കാരണം അപ്രതീക്ഷിതമായ ഉള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തായാലും അബ്ദുൾ റഹ്മാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീടാണ് പരാതി കൊടുക്കുന്നത്. പരാതി കൊടുത്ത് തിങ്കളാഴ്ച കൊടുത്ത പരാതിയിൽ ഇതുവരെ പോലീസ് വിളിച്ചൊന്ന് അന്വേഷിക്കാനോ ഈ പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കാനോ ഇതുവരെ സ്വീകരിച്ചില്ല എന്നുള്ളൊരു ആരോപണം കൂടി ശക്തമാണ്. എന്തായാലും രാത്രിയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. കാരണം കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയതിനു ശേഷം കടയ്ക്കുള്ളിൽ അതിക്രമിച്ച് കിടന്ന് നാശം ഉണ്ടാക്കുകയും കടയ്ക്ക് വെളിയിൽ നിന്ന് കയറാതിരിക്കാനുള്ള ഫെൻസിംഗ് ഒക്കെ ഈ അക്രമി സംഘം തകർക്കുകയും ചെയ്തു. അത്തരത്തിലൊരു ആക്രമണമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. എന്തായാലും തലയ്ക്കും അതുപോലെ തന്നെ മുഖത്തുമൊക്കെ അബ്ദുൾ റഹ്മാന്റെ മർദ്ദനത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ചികിത്സയും ആശുപത്രി തേടുകയും ചെയ്തു. പക്ഷേ തുടർച്ചയായുള്ള ഗുണ്ട ആക്രമണങ്ങൾ അത് നഗരത്തിൽ വലിയ രീതിയിലുള്ള ഭീതി ഉണ്ടാക്കുന്നുണ്ട്. പലതരത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടും അത്തരം കാര്യങ്ങളിൽ പോലീസ് ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള പരാതിയും ഈ വ്യാപാരികൾക്കും ഒപ്പം വീട്ടുകാർക്കും ഒക്കെ ഉണ്ട്. സമീപകാലത്ത് തന്നെയാണ് വള്ളിക്കോട് ഒരു വീട്ടിൽ ഒരു സംഘം ഗുണ്ടകൾ വീട്ടിൽ കയറി വീട് എറിഞ്ഞു തകർക്കുകയൊക്കെ ചെയ്തു. ആ പ്രതികളെയും ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ പോലീസ് വൈമുഖ്യം കാണിച്ചിരുന്നു. അങ്ങനെ ഒരു ആരോപണം നിലവിൽ നിൽക്കുന്നു. എന്തായാലും ഭീതിയോടുകൂടി നഗരത്തിൽ താമസിക്കുന്ന ആളുകൾ, വ്യാപാരികൾ ഒക്കെ അത്തരത്തിൽ കഴിയേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് ഇത്തരമൊരു ആക്രമണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയത്. എന്തായാലും വ്യാപാരി വ്യവസായി ഇത് സംബന്ധിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ജീവനക്കാർക്കും ഒപ്പം ആ കടയുടമയ്ക്കും അടക്കമുള്ള ആളുകൾക്ക്, സ്ഥാപനം നടത്തുന്നവർക്ക്, വ്യാപാര സ്ഥാപനങ്ങൾക്ക് സംരക്ഷണം വേണമെന്നുള്ള കാര്യമാണ് അവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിലുള്ള പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ഈ വ്യാപാരി സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ടോം. യെസ്, ശശിനാരായണൻ, പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നവർ പറയുന്നുണ്ട്. എന്താണ് പോലീസ് ഈ വിഷയത്തിൽ ഇതുവരെയും നടപടി സ്വീകരിക്കാത്തത്? കാരണം ഇങ്ങനെ ഒരു പരസ്യമായി ഒരു തൊഴിലാളിയെ ആക്രമിക്കുന്നു, അത് ഗുണ്ടാക്രമണം ഉണ്ടാകുന്നു. പോലീസ് എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത്? ടോം, ഈ കടയുടമ ഈ അക്രമം ഉണ്ടായതിനു ശേഷം പിറ്റേ ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഈ പരാതി കൊടുത്തതിനു ശേഷം അന്വേഷിക്കാത്ത കാര്യം അന്വേഷിച്ച് വീണ്ടും ഈ കടയുടമ പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്നു. പോലീസുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അന്ന് വരുമെന്ന് പറഞ്ഞതെങ്കിലും പിന്നീട് ഈ പരാതിയുടെ മേൽ ഇതുവരെ ഈ തിങ്കളാഴ്ച നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഈ കടയിൽ വരുവോ ഈ പരാതിക്കാരനിൽ നിന്ന് മൊഴിയെടുക്കുകയോ ഒന്നും പോലീസ് ഇതുവരെ ചെയ്തിട്ടില്ല. എന്തായാലും ഈ ഗുണ്ട ആക്രമണ നഗരത്തിലുണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പോലീസ് ഒരു നിഷ്ക്രിയത്വം കാണിക്കുന്നു എന്നുള്ളതൊരു പരാതിയാണ് ഇപ്പോൾ നിലവിൽ വ്യാപാരികൾക്കും ഒപ്പം നാട്ടുകാർക്കും ഈ നഗരത്തിൽ താമസിക്കുന്ന ആളുകൾക്കും ഉള്ളത്. പക്ഷേ ഒരു ക്രൂരമായ മർദ്ദനം, ഇതര സംസ്ഥാന തൊഴിലാളിയാണ്, ഇവിടെ മറ്റ് ബന്ധുക്കളോ ആരുമില്ല, ഒരു കടയിൽ ഉപജീവന മാർഗമായി ബന്ധപ്പെട്ട് കടയിൽ ജോലി ചെയ്യുന്നു. അത്തരം ഒരാളെ നിസ്സാര കാര്യത്തിന് ഒരു കടയുടെ മുന്നിൽ വെച്ച് ഒരു തർക്കം ഉണ്ടാകുന്നതിന്റെ പേരിൽ അതിന്റെ കാരണം പറഞ്ഞ് പിറ്റേ ദിവസം ഒരു 10-14 പേർ സംഘം ചേർന്നെത്തുന്നു. രാത്രിയിൽ റൂമിലിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നു, കത്തി കാട്ടി ഭീഷണിപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും പോലീസ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് വലിയ ഒരു ആരോപണമായി കടയുടമ ഉന്നയിക്കുന്നത്, ഒപ്പം വ്യാപാരികൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികളെല്ലാം വലിയ ആശങ്കയിലാണ്. രാത്രി സമയത്ത് ഏത് സമയവും അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടായാൽ തന്നെ അത് പോലീസ് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള കാര്യം തന്നെ ഇവർക്ക് ഒരു വലിയ സ്വാതന്ത്ര്യമായി മാറിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സ്വാഭാവികമായും ഇപ്പൊ നഗരവാസികളെ സംബന്ധിച്ച് ഭീതി ഉണ്ടാക്കുന്നതാണ്. ഇത്തരത്തിൽ കട ആക്രമിക്കുക മാത്രമല്ല, പല സാധനങ്ങൾ കൊള്ളയടിക്കുന്ന കാര്യങ്ങളും മോഷണം അടക്കം പല കേസുകളും നഗരത്തെ കേന്ദ്രീകരിച്ച് വരുന്നുണ്ട്. അത്തരത്തിലുള്ള കൃത്യമായ അന്വേഷണം നടക്കാത്തതിലും പ്രദേശവാസികൾക്ക്, നഗരവാസികൾക്ക് വലിയ ആശങ്കയുണ്ട്. രാഷ്ട്രീയ കക്ഷികൾക്കുണ്ട്. അത്തരം പ്രതിഷേധങ്ങൾ കൂടി ഇനിയും വരാൻ പോവുകയാണ്. ഈ ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭത്തിനാണ് വ്യാപാരി വ്യവസായി സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങൾ അത് ഉണ്ടാകുമെന്നാണ് ഈ സംഘടനാ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. തോമസ്. യെസ്, വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നഗരത്തിലാണ് ഒരു തൊഴിലാളി, ഇതര സംസ്ഥാന തൊഴിലാളിക്ക് നേരെ ഗുണ്ട ആക്രമണം ഉണ്ടായത്. വിമാനത്താവളത്തിൽ ലഗേജിന് ഭാരം കൂടിയത് ചോദിച്ചപ്പോൾ ഉള്ളിൽ ബോംബെന്ന് പറഞ്ഞ യാത്രക്കാരൻ അറസ്റ്റിൽ. കോലാലംപൂരിലേക്ക് പോകാനെത്തിയ കോഴിക്കോട് സ്വദേശി റഷീദിനെയാണ് അറസ്റ്റ് ചെയ്തത്. ലഗേജിന് ഭാരം കൂടിയത് ചൂണ്ടിക്കാട്ടിയ ഉദ്യോഗസ്ഥരുടെ ഇയാൾ ബോംബാണ് ഉള്ളിലെന്ന് പറഞ്ഞിരുന്നു. തുടർന്നായിരുന്നു അറസ്റ്റ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഇതുപോലുള്ള സംഭവം ഏതാനും മാസങ്ങൾക്ക് മുൻപ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുണ്ടായതാണ്. അതായത് തൻ്റെ
മകൾക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആ വിമാനം പോകാതിരിക്കാൻ, യാത്ര പുറപ്പെടാതിരിക്കാൻ അവിടെ വ്യാജ ബോംബ് ഭീഷണി മുഴക്കി അങ്ങനെ ഒരു യാത്രക്കാരനെ അറസ്റ്റ് ചെയ്ത സംഭവം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ ഒരു തമാശയ്ക്കായിരിക്കാം, അതല്ലെങ്കിൽ ഒരു കൗതുകത്തിനൊക്കെ പറഞ്ഞതായിരിക്കാം ഇതിൽ ബോംബാണ്, ഈ ലഗേജിനുള്ളിൽ ബോംബാണെന്ന് പറഞ്ഞു. പക്ഷെ ഒടുവിൽ ഈ നിയമ നടപടിക്ക് വിധേയനാകേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. എങ്ങനെയാണ് ഈ യാത്രക്കാരൻ പിടിയിലായത്? ഇയാൾക്കെതിരെ എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? ടോം, ഈ ലഗേജിന്റെ ഭാരം, എയർ ഇന്ത്യക്ക് ഒരു നിശ്ചിത ഭാരമുണ്ട്. അതായത് കയ്യിൽ 7 കിലോയും അതുപോലെ ലഗേജായിട്ട് 25 കിലോയും ആണ് അനുവദനീയമായ തൂക്കം. അതാണ്. അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ കൂടുതൽ പേ ചെയ്യേണ്ടി വരും. എത്ര കിലോ ആണെന്ന് അനുസരിച്ചിട്ടുള്ള ഒരു എയർ ഇന്ത്യയുടെ ഒരു നിശ്ചിത തുക ഉണ്ടാവും. ആ തൂക്കം നോക്കിയപ്പോൾ ഈ ലഗേജിന് ഭാരം കൂടുതലാണ്. അപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ സ്വാഭാവികമായും ചോദിച്ചതാണ്, ഇത് ലഗേജിന് ഭാരം കൂടുതലാണല്ലോ, എന്താണ് ബാഗിനുള്ളിൽ ഉള്ളത്? അതായത് നമുക്ക് കൊണ്ടുപോകേണ്ടുന്ന അത്യാവശ്യമുള്ള വസ്തുക്കളാണെങ്കിലാണ് അത് കൊണ്ടുവരാൻ, അതല്ലെങ്കിൽ നമുക്കത് മാറ്റി വെക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട്. അത്തരം ഒരു ഇത് കൂടി പ്രിഫർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അത്തരത്തിൽ ചോദിച്ചത്. പക്ഷേ റഷീദ്, ഈ കോഴിക്കോട് സ്വദേശി റഷീദ്, അദ്ദേഹത്തിന് ആ ചോദ്യം ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ അതോ തമാശ പോലെ പറഞ്ഞതാണോ എന്ന് സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ബോംബാണ് എന്നാണ് അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞ മറുപടി. അങ്ങനെയാണ് അത് ഒരു പ്രത്യേകിച്ചും ഇത്തരമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കർശനമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്തരീക്ഷത്തിൽ അത് ഒരു വലിയ ഭീഷണി തന്നെയാണ് മുന്നോട്ട് വെച്ചത്. ബോംബാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളെ പരിശോധനയ്ക്ക് വിധേയനാക്കേണ്ടതുണ്ട്. അത് ബോംബുമായി വന്ന ആൾ എന്നുള്ള തരത്തിലാണ് അപ്പോൾ റഷീദിനെ കസ്റ്റംസ് ആയാലും സുരക്ഷാ ഉദ്യോഗസ്ഥരായാലും കൺസിഡർ ചെയ്യുക. അദ്ദേഹത്തെ വേഗം അത് പോലീസിന് കൈമാറുകയും അതുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ അപമാനിച്ചു എന്നുള്ള തരത്തിലാണ് റഷീദിനെതിരെ കേസെടുത്തിട്ടുള്ളത്. അതേസമയം ഇയാൾ കസ്റ്റഡിയിൽ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ പോലും അത് എത്ര യാത്രക്കാരെയാണ് അത് ബാധിച്ചത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരം അതായത് ഒരു തമാശ പറഞ്ഞതാണ്, പക്ഷേ പുള്ളിക്ക് കിട്ടിയത് 8ന്റെ പണിയാണ് എന്നുള്ള ഒരു തരത്തിലേക്ക് അത് മാറുകയുണ്ടായി. അത് തമാശയായിരിക്കാം, പക്ഷേ അത് നമുക്കിപ്പോൾ അത് വലിയ തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താവശ്യത്തിനായിരുന്നു പ്രത്യേകിച്ചും ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ക്വാലാലംപൂരിലേക്ക് പോകുന്ന ഫ്ലൈറ്റാണ്. അതിലുള്ള യാത്രക്കാരെ ബാധിക്കുന്ന അവരുടെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായും ഇതിന്റെ ഗൗരവം ഒരുപക്ഷെ ഇയാൾക്ക് മനസ്സിലാക്കാത്തതും ഉണ്ടായിരിക്കാം. കാരണം എത്രയധികം ആളുകളെ ഭീതിയിലാഴ്ത്തുന്ന സംഭവമാണ്. പ്രത്യേകിച്ചും ഒരു വിമാനത്താവളം പോലെ അതീവ സുരക്ഷാ മേഖലയാണ്. ഇവിടെ ഒരു ബോംബുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യാജ ഭീഷണി പോലും സ്വാഭാവികമായും ജനങ്ങളിൽ മാത്രമല്ല ഉദ്യോഗസ്ഥരിലൊക്കെ വലിയ ഒരു ഭയം ഉളവാക്കാം. ഇവിടെ ഇതിൻ്റെ ഒരു ഗൗരവം ഒരുപക്ഷെ ഇയാൾക്ക് മനസ്സിലായിരിക്കില്ല. എന്തായാലും പോലീസിൻ്റെ നിയമ നടപടി ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ്, എന്തൊക്കെ വകുപ്പുകളായിരിക്കും ഇയാൾക്കെതിരെ ചുമത്തുക? നിലവിൽ പോലീസാണോ അതോ വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥനാണോ ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്? ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ അവരോട് അപമര്യാദയെ പെരുമാറി, ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരോട് അപമര്യാദയെ പെരുമാറി എന്നുള്ള കേസാണ്. അതായത് എന്നുള്ള വകുപ്പ് ചുമത്തി ആണ് കേസ് എടുത്തിട്ടുള്ളത്. ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരെ അപമര്യാദയെ പെരുമാറി, ഇത് തന്നെയാണ് ചുമത്തിയിരിക്കുന്ന ഈ വകുപ്പ് അനുസരിച്ചിട്ടാണ് കേസെടുത്തിട്ടുള്ളത്. പക്ഷേ അത് അങ്ങനെ നിസ്സാരമായി കണക്കാക്കുമ്പോഴും അതല്ലെങ്കിൽ ആ കേസെടുത്തു അയാളെ ജാമ്യത്തിൽ വിട്ടു എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കണക്കാക്കുമ്പോഴും ടോം സൂചിപ്പിച്ചതുപോലെ ഇത് അതീവ സുരക്ഷാ മേഖലയാണ്. കാരണം മറ്റുള്ള സംസ്ഥാനത്തിലേക്ക് അതല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഈ ഒരു കൺസിഡറേഷൻ എപ്പോഴും വിമാനത്താവളത്തിൽ ഉണ്ടാകും. ഇത്തരം സുരക്ഷാ പരിശോധനകളിൽ ഉണ്ടാകും. അത് കൃത്യമായി അവർക്ക് നിരീക്ഷിച്ചേ പറ്റുള്ളൂ. അത്തരം സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടുന്ന വരുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ഈ ഉദ്യോഗസ്ഥർ ഫേസ് ചെയ്തിട്ടുണ്ടാകണം. അതല്ലെങ്കിൽ അതായിരിക്കണം ഒരുപക്ഷെ അത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അതാണ് അതിനോട് കോഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് യാത്രക്കാരോട് എന്നുള്ള നിലയിൽ നമ്മളുടെ ഉത്തരവാദിത്വം. അതാണ് അത് ഒരു ഇടം, അത് റെയിൽവേ സ്റ്റേഷൻ ആകട്ടെ എയർപോർട്ട് ആകട്ടെ, ഇത്തരം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടുന്ന സാഹചര്യങ്ങളുള്ളപ്പോൾ അല്ലെങ്കിൽ ചെക്കിങ് പാലിക്കേണ്ടുന്ന സാഹചര്യങ്ങളുള്ളപ്പോൾ നമ്മൾ അതിൽ പാലിക്കാനുള്ള ബാധ്യത ജനങ്ങൾക്കോ പൊതുജനത്തിനോ ഓരോ ആളുകൾക്കും ഉണ്ട് എന്നുള്ള കാര്യമാണ്. അത് ഇവരോട് അത് സഹകരിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയെങ്കിൽ ഇത്ര വലിയ ഗുലുമാലൊന്നും പുള്ളി ചെന്ന് പെടുമായിരുന്നില്ല എന്നാണ് വേണം മനസ്സിലാക്കാൻ.
പക്ഷേ റഷീദ് തമാശയ്ക്ക് പറഞ്ഞതാണ്. അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഈ ഭാരക്കൂടുതൽ എന്താണ് ബാഗിനുള്ളിൽ, എൻ്റെ ബാഗിനുള്ളിൽ എന്താണെന്ന് താൻ അറിയേണ്ട ആവശ്യം എന്താണ് എന്നുള്ള തോട്ടിൽ നിന്നാണ് എന്തായാലും പറഞ്ഞ മറുപടി അത് ബോംബെന്നാണ്. ബോംബ്, ഹൈജാക്ക് തുടങ്ങിയ വാക്കുകളൊന്നും എയർപോർട്ടിൽ ചെന്ന് ഉപയോഗിക്കരുതെന്നാണ് ഇതിൻ്റെ തുടർന്നുണ്ടാകുന്ന ട്രോളുകളിലും കമൻറ്റുകളിലും ഒക്കെ വരുന്നത്. കാരണം ഇത് ടോം സൂചിപ്പിച്ചതുപോലെ ആളുകളെ പാനിക്കാക്കും, അതല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പാനിക്കാക്കും. ഈ ബോംബെന്ന് പറയുന്നത് ഞാൻ പൊട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും, ഞാൻ തമാശയല്ല പറഞ്ഞത് എന്ന് റെക്കഗ്നൈസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അത്തരം സാഹചര്യങ്ങൾ കൂടി അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു നീക്കത്തിലേക്ക് തന്നെ പോലീസ് കസ്റ്റംസ് നീങ്ങിയത്. മാത്രമല്ല അപമര്യാദയെ പെരുമാറി, കസ്റ്റംസ് ഉദ്യോഗസ്ഥനോട്, ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥനോടും അപമര്യാദയെ പെരുമാറി എന്നുള്ള ഒരു കാര്യം കൂടി ഇതിനകത്ത് പ്രധാനമാണ്, പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ആ വകുപ്പ് ചുമത്തിയാണ് റഷീദിനെതിരെ കേസെടുത്തതും അറസ്റ്റ് ചെയ്തതും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. എന്നിരുന്നാൽ പോലും ഇത്തരം തമാശകൾ വിമാനത്താവളത്തിലായാലും അല്ലെങ്കിൽ ഇത്തര അതീവ സുരക്ഷാ മേഖലകളിൽ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കട്ടിപ്പാറയിൽ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് എയ്ഡഡ് സ്കൂൾ അധ്യാപിക ജീവനൊടുക്കിയ കേസാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. അധ്യാപിക അലീന ബെന്നിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. അലീനയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊരു അധ്യാപികയുടെ ഒഴിവിലേക്കായിരുന്നു മാനേജ്മെൻറ്റ് അലീനയെ തീരുമാനിച്ചതെന്നും അലീനയുടെ നിയമനം വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. 13 ലക്ഷം രൂപ വാങ്ങിയെന്നും സ്ഥിര നിയമനം നൽകാത്ത താമരശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിനെതിരെ കുടുംബവും രംഗത്തെത്തി. എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് താമരശ്ശേരി അതിരൂപതയിലെ കോർപ്പറേറ്റ് വിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട്, വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഈ അലീന ടീച്ചറുടെ മൃതദേഹം വീട്ടിലിപ്പോൾ എത്തിച്ചു, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വീട്ടിലെത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്, പ്രത്യേകിച്ചും മാനേജ്മെൻറ്റ് ഇത് ഉയരുന്നുണ്ട്. പക്ഷേ ഈ താമരശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ഈ ആരോപണങ്ങളൊക്കെ നിഷേധിച്ച് വിശദീകരണക്കുറിപ്പും ഇറക്കിയിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അനീഷ്? മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാണ് അല്പസമയം മുമ്പ് അലീന ടീച്ചറുടെ മൃതശരീരം ഇപ്പോൾ കട്ടിപ്പാറയിലെ വീട്ടിലെത്തിയിരിക്കുന്നത്. ഏറെ വൈകാരികമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. കുടുംബാംഗങ്ങളൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവരുടെ മൃതദേഹം വീട്ടിലേക്ക് വന്നപ്പോൾ അവരുടെ ആ സങ്കടം വ്യക്തമാക്കിയത്. നാട്ടുകാരും ഇപ്പോൾ അവസാനമായി മൃതശരീരം കാണാനായി എത്തുന്നുണ്ട്. എന്തായാലും വലിയ വിവാദമായി തന്നെ ഈ വിഷയം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിലധികമായി ശമ്പളം വാങ്ങാനാവാതെ ഒരു അധ്യാപിക കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. തുടർച്ചയായി 4 വർഷത്തോളം ഒരു സ്കൂളിൽ ജോലി എടുക്കുന്നു. അവിടെ സ്ഥിര നിയമനം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുന്നു. അതേ തുടർന്ന് മറ്റൊരു സ്കൂളിലേക്ക് നിയമനം മാറ്റുന്നു. പക്ഷേ അവിടെയും ഒരു സ്ഥിര നിയമനം ലഭിക്കാത്ത ഒരു സാഹചര്യം. അങ്ങേയറ്റം വൈകാരികമായി തന്നെ ആളുകൾ പെരുമാറേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സ്കൂളിൽ പോകാൻ വണ്ടിക്കൂലി പോലും ഇല്ലാതെ സഹപ്രവർത്തകരിൽ നിന്നും പണം വാങ്ങി ബസ് കാശിന് പോലും എടുക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ആ കുടുംബം, ആ അധ്യാപിക ഉണ്ടായിരുന്നത്. എന്തായാലും കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ വിശദീകരണം, ആദ്യത്തെ സ്കൂളിൽ ഒരു നസ്രത്ത് സ്കൂളിൽ ഒരു ലീവ് വേക്കൻസിയിലാണ് ഈ അധ്യാപിക ആദ്യം ജോലിയിൽ കയറുന്നത്. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു അധ്യാപിക ഒരു ദീർഘനാൾ അവധിയിൽ പ്രവേശിക്കുകയും ആ അവധിയിൽ പ്രവേശിച്ച അധ്യാപിക ഇനി തിരിച്ചു വരില്ല എന്നൊരു കണക്കൂട്ടലുണ്ടായിരുന്നു. പിന്നീട് അനധികൃതമായി അവധി എടുത്തതോടുകൂടി അവരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അത്തരത്തിൽ നീക്കം ചെയ്യുന്ന നടപടികൾ മാനേജ്മെന്റ് കൈക്കൊള്ളുകയും ചെയ്യുന്നു. ഈ ഒഴിവിലേക്കാണ് ഈ വേക്കൻസിയിൽ കയറിയ അലീന ടീച്ചറെ നിയോഗിക്കാൻ തീരുമാനമായത്. അതിനുള്ള അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കേട്ടക്കില്ല എന്ന അധ്യാപിക യോഗ്യത, നിശ്ചിത കേട്ടക്കില്ല എന്ന കാരണത്താൽ നിയമനം നിരസിക്കുന്ന ഒരു നിലപാട് മാനേജ്മെന്റ് കൈക്കൊള്ളുകയുണ്ടായി. അതിനുശേഷം പിന്നീട് ഈ വിദേശത്തേക്ക് പോയി അനധികൃതമായി അവധിയെടുത്ത അധ്യാപിക തിരിച്ചു ജോലിയിൽ പ്രവേശിക്കണമെന്ന് അറിയിക്കുകയും സർക്കാർ തലത്തിൽ അപ്പീൽ നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് പൂർണ്ണമായും ഈ അവധിക്ക് പോയ അധ്യാപികയുടെ വിടുതൽ സ്കൂളിൽ നിന്നും നടക്കാത്ത സാഹചര്യത്തിൽ ഈ അലീന ടീച്ചറെ ഇവിടെ നിയമിക്കാൻ കഴിയില്ല എന്നൊരു കൃത്യമായ നിലപാട് മാനേജ്മെന്റിനെ
സർക്കാർ അറിയിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് 13 ലക്ഷം രൂപ കൊടുത്താണ് ഈ ജോലിക്ക് കയറിയതെന്ന് കുടുംബം പറയുന്നു. ഭാരിച്ച തുക നൽകിയ ഒരു സാഹചര്യത്തിൽ ഈ സ്കൂളിലെ നിയമനം ഇനി അനിശ്ചിതമായി സാങ്കേതിക നടപടിക്രമങ്ങളിൽ നൂലാമാലകളിൽപ്പെട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഉചിതമായ മറ്റൊരിടത്ത് നിയമനം നൽകണമെന്ന ആവശ്യം കുടുംബവും അലീനയും മുന്നോട്ട് വെച്ചു. ഇതേ തുടർന്നാണ് കോടഞ്ചേരി സെന്റ് ജോസഫ് എൽ.പി. സ്കൂളിൽ നിയമനം നൽകിയത്. എന്നാൽ ആ സ്കൂളിലെ നിയമനത്തിൽ വലിയ സാങ്കേതിക പിഴവുകൾ ഉണ്ടായി എന്നാണ് DO ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ AE ഓഫീസിൽ നിന്നും അറിയിക്കുന്നതിനെ സംബന്ധിച്ച റിപ്പോർട്ടാണ് മുകൾ തലത്തിലേക്ക് പോയിരിക്കുന്നത്. സെന്റ് ജോസഫ് സ്കൂളിലെ ഒരു അധ്യാപിക വിരമിച്ച ഒഴിവിലേക്കാണ് ഈ അധ്യാപികയെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് നിയോഗിച്ചത്. എന്നാൽ സംവരണ ചട്ടപ്രകാരം മറ്റ് 5 ഭിന്നശേഷിയിലുള്ള അധ്യാപകർക്ക് നിയമനം നൽകിയാൽ മാത്രമേ ഈ താമരശ്ശേരി കോർപ്പറേറ്റ് മാനേജ്മെന്റിന് ഇനി മറ്റൊരു നിയമനം നടത്താൻ സാധിക്കുള്ളൂ. അതായത് ഈ 5 പേരുടെ നിയമനം നടപ്പിലാക്കും വരെ മറ്റൊരു നിയമനം നടപ്പിലാക്കാൻ ഈ മാനേജ്മെന്റിന് സാധിക്കാത്തൊരവസ്ഥയുണ്ട്. ഇക്കാര്യം മാനേജ്മെന്റിന് കൃത്യമായി അറിയാം എന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയും കോടഞ്ചേരി സെന്റ് ജോസഫ് സ്കൂളിലേക്ക് ഈ അലീനയെ സ്ഥലം മാറ്റുകയും അവിടെ തസ്തിക നൽകാമെന്ന വാഗ്ദാനം ചെയ്യുകയുമായിരുന്നു. പക്ഷേ ആ വാഗ്ദാനം പാലിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ ഇനി ജോലി ലഭിക്കുന്നത് സാങ്കേതികമായ നൂലാമാലകളിൽപ്പെട്ടു ഒരുപാട് നീണ്ടുപോകും. ഇത്രയും തനിക്ക് ഇനി ഈ ജോലി സ്ഥിരത കൂടി ഇല്ല എന്ന ഒരു വിധത്തിലേക്ക് എത്തിയപ്പോഴാണ് ആത്മഹത്യ തെരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് നേരത്തെ കുടുംബം പറഞ്ഞിരുന്നത്. എന്തായാലും ഇതിന് എതിർവാദങ്ങളുമായി വിദ്യാഭ്യാസ വകുപ്പാണ് പൂർണ്ണമായും തെറ്റുകാര് എന്നാണ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് പറയുന്നത്. കാരണം ഈ അനധികൃതമായി ജോലിക്ക് കയറാത്ത ഒരു അധ്യാപികയെ KR പ്രകാരമാണ് ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ മാനേജ്മെന്റ് ചെയ്തത്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ സ്കൂളിന്റെ അച്ചടക്കത്തിന് വിരുദ്ധമായി ജോലിക്ക് ഹാജരാവാത്ത ഒരു അധ്യാപികയെ നീക്കം ചെയ്യുന്നുള്ള നടപടികൾ സമയബന്ധിതമായി കൈക്കൊള്ളാതെ വലിച്ചു നീക്കിക്കൊണ്ടുപോയി അല്ലെങ്കിൽ അതിന് അംഗീകാരം നൽകാതെ പോയി. അതുകൊണ്ട് തന്നെ മറ്റു ചില അധ്യാപകരുടെ നിയമനം കൂടി തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പൂർണ്ണമായും സർക്കാരിന്റെ ഭാഗത്താണ് പിശക്. ഒപ്പം വികലാംഗ നിയമനം അല്ലെങ്കിൽ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുടെ ഒരു സാങ്കേതികതകളും വലിയ തിരിച്ചടിയായി മാറിയെന്നാണ് അവർ പറയുന്നത്. എന്തായാലും പരസ്പരമുള്ള വാക്പോര് അല്ലെങ്കിൽ പരസ്പരം ഈ അവരവർ സമർപ്പിച്ച റിപ്പോർട്ടുകളും തങ്ങളുടെ പക്കലുള്ള രേഖകളും ഒക്കെ അടക്കമുള്ള വിശദീകരണങ്ങളായി ഈ സർക്കാർ വിദ്യാഭ്യാസ വകുപ്പും മറുവശത്ത് കോർപ്പറേറ്റ് മാനേജ്മെന്റും എത്തുന്നു. എന്തായാലും വാർത്താക്കുറിപ്പുകൾക്കപ്പുറം ബിഷപ്പിന്റെ ഭാഗത്തുനിന്നോ മറ്റൊന്നും ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണം ഒരു പ്രതികരണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. അല്പസമയത്തിനകം മൃതശരീരം സംസ്കാരത്തിനായി പുറത്തേക്കെടുക്കും. ഇപ്പോൾ സമീപവാസികളും ആൾക്കാരും സ്കൂളിലെ ആളുകളുമൊക്കെ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അനീഷ്, അല്പസമയം മുൻപ് താമരശ്ശേരി രൂപതയുടെ കോർപ്പറേറ്റ് വിഭാഗത്തിൻ്റെ ഒരു വാർത്താക്കുറിപ്പ്, അവർ വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ടല്ലോ. അതിൽ ഈ അലീന ടീച്ചറുടെ നിയമന ഉത്തരവ്, താമരശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നടപടിക്രമം സംബന്ധിച്ചുള്ള ഉത്തരവ്, ഇതൊക്കെ കൃത്യമായും പുറത്തിറക്കിക്കൊണ്ടാണ് താമരശ്ശേരി അതിരൂപത വിശദീകരണക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അതായത് ഒരു എയ്ഡഡ് സ്കൂൾ, നമുക്കറിയാം എയ്ഡഡ് സ്കൂൾ അധ്യാപികയ്ക്ക് അത് നിയമനം നൽകേണ്ടത്, ശമ്പളം നൽകേണ്ടതൊക്കെ സർക്കാരാണ്. മാത്രമല്ല ഈ സമീപകാലത്ത് അധ്യാപകരുടെ നിയമനം മരവിപ്പിച്ചൊരവസ്ഥയുണ്ട്. ഇതിനെതിരെ നേരത്തെ മുതൽ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവിധ മാനേജ്മെൻറ്റുകൾ, പ്രത്യേകിച്ചും ക്രൈസ്തവ സഭ ഉൾപ്പെടെയുള്ള മാനേജ്മെൻറ്റുകൾ പ്രതിഷേധമുയർത്തുന്നുണ്ട്. സർക്കാരിൻ്റെ അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് സർക്കാർ ഈ മാനേജ്മെൻറ്റുകൾ പറയുന്നത്. ഒരു പരിധിവരെ അത് ശരിയല്ലേ? കാരണം ഇവിടെ നിയമനം നൽകേണ്ടതും ശമ്പളം നൽകേണ്ടതുമൊക്കെ ഈ വിദ്യാഭ്യാസ വകുപ്പായിരുന്നില്ലേ? ടോം, 2 തരത്തിലാണ് ഇതിൽ കുഴപ്പമുണ്ടായിരിക്കുന്നത്. ഒന്ന്, ഒരു പ്രതീക്ഷിത അവധി എന്ന പ്രതീക്ഷിത നിയമനം എന്ന രീതിയിലാണ് ഇത്തരമൊരു നിയമനം നടത്തിയത്. കാരണം ഈ ആദ്യം ജോലി ചെയ്ത പട്ടിപ്പാറ സ്കൂളിലെ ഒരു അധ്യാപിക അവധിയിൽ പോകുന്നു. അവർ അനിശ്ചിതകാലത്തേക്ക് അവധിയാവുന്നു. അതുകൊണ്ട് ആ അവധിയിൽ പോകുമ്പോൾ അവർ ജോലിയിൽ നിന്നും പിന്മാറും എന്നൊരു കണക്കൂട്ടൽ സ്കൂൾ അധികൃതർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അവർ പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ അവർ അവധിയെക്കുറിച്ചുള്ള കൃത്യമായ വിശദീകരണം സ്കൂൾ അധികൃതർക്ക് നൽകിയില്ല. അതായത് അനധികൃത അവധിയായി ഇത് മാറുന്നു. അങ്ങനെ സ്വയമേവ ഈ സ്കൂൾ അധികൃതർ ഈ അധ്യാപിക സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുകയും ആ സ്ഥാനത്തേക്ക് അലീനയെ നിയമിക്കുകയുമായിരുന്നു. അതായത് സർക്കാരിന്റെ ഒരു നിയമന അംഗീകാരത്തിന് വിധേയമായല്ല അത്തരമൊരു നിയമനം നടത്തിയത്. സർക്കാർ പൂർണ്ണമായും ഒരു വിടുതൽ നൽകിയിരുന്നില്ല. ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു എയ്ഡഡ് സ്കൂളിലെ അധ്യാപിക ഒരിടത്ത് ജോലി ചെയ്യുമ്പോൾ
അവർക്ക് പൂർണ്ണമായും ഇത് വിടുതൽ നൽകിയ ശേഷമാവണം അടുത്ത ഒരു അധ്യാപികയെ നിയമിക്കാൻ. ഇക്കാര്യത്തിൽ ഈ സ്കൂൾ അധികൃതർക്ക് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഒരു വീഴ്ചയുണ്ടായി. പൂർണ്ണമായും ഒരു വിടുതൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ ഈ സർക്കാരാണ് ആ ശമ്പളം നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അത് പൂർത്തിയാക്കാതെയാണ് പുതിയ ഒരു ആളെ ആ തസ്തികയിലേക്ക് നിയമിക്കാൻ ഉദ്ദേശിച്ചത്. ഒപ്പം നേരത്തെയും ഈ നിയമനത്തിനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അന്ന് ഈ അധ്യാപികയ്ക്ക് കൃത്യമായ യോഗ്യതയില്ല. കേടെക് നേടിയാൽ മാത്രമാണ് സർക്കാർ തലത്തിലെ അല്ലെങ്കിൽ എയ്ഡഡ് തലത്തിലെ അധ്യാപിക മാറാൻ കഴിയുക. അത്തരമൊരു യോഗ്യത ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് 2020 ഈ അധ്യാപിക നേടുന്നത്. ആദ്യഘട്ടത്തിൽ ഈ യോഗ്യത ഇല്ലെങ്കിലും നിശ്ചിത സമയത്തിനുള്ളിൽ നേടിക്കൊള്ളാം എന്ന് പറഞ്ഞാണ് യോഗ്യത ഈ ജോലിക്ക് കയറിയതെന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ തന്നെ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ആദ്യ പിഴവ് വന്നത് ഈ പ്രതീക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഈ അധ്യാപിക അവിടെ നിന്നും മാറി അല്ലെങ്കിൽ അവരുടെ വിടുതൽ നടപടികൾ പൂർത്തിയായി എന്ന് കരുതി നിയമനം നൽകിയതാണ്. പക്ഷേ സാങ്കേതികമായ അല്ലെങ്കിൽ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാവാത്തത് കൊണ്ട് തന്നെ ഈ നിയമനം അംഗീകരിക്കാൻ കഴിയാതെ വന്നു. അല്ലെങ്കിൽ അതുകൊണ്ട് ഈ നിയമനം അംഗീകരിച്ചില്ല എന്നാണ് ഉപവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. രണ്ട്, ഈ സാങ്കേതിക നടപടിക്രമങ്ങൾ ഇങ്ങനെ അനിശ്ചിതമായി നീങ്ങുമ്പോൾ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുന്നു. ഈ മറ്റൊരു സ്കൂളിൽ, അതായത് വീടിന് കൊടുത്തിട്ട് അടുത്തുള്ള കോടഞ്ചേരി സ്കൂളിലേക്ക് മാറ്റുന്നുണ്ട്. പക്ഷെ അവിടെ മാറ്റുമ്പോൾ ഒരു അധ്യാപിക വിരമിച്ച ഒഴിവിലേക്കാണ് അവിടേക്ക് മാറ്റിയത്. പക്ഷെ അവിടെയും പ്രതിസന്ധി ഉള്ളത് എന്തെന്ന് വെച്ചാൽ അവിടുത്തെ നിയമനം അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യം. വിരമിച്ച അധ്യാപികയ്ക്ക് പകരമായി കോർപ്പറേറ്റ് മാനേജ്മെന്റിലെ റൊട്ടേഷൻ അനുസരിച്ച് 5 അധ്യാപകരെ ഭിന്നശേഷി വിഭാഗത്തിലുള്ള അധ്യാപകരെ നിയമിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ മറ്റൊരു തരത്തിലുള്ള സാധാരണഗതിയിലുള്ള അധ്യാപകരെ നിയമിക്കാൻ കഴിയുകയുള്ളൂ. ഇത് കോർപ്പറേറ്റ് മാനേജ്മെന്റിന് അറിയാം. കാരണം സംവരണ തത്വം പാലിച്ച് ആ വേക്കൻസികൾ പൂർണ്ണമായി നികത്തിയ ശേഷം മാത്രമേ മറ്റൊരു സാധാരണ ഗതിയിലുള്ള അധ്യാപികയിലേക്കോ അധ്യാപകനിലേക്കോ പോകാൻ കഴിയുകയുള്ളൂ. അക്കാര്യം മാനേജ്മെന്റിന് അറിയാം എന്നാണ് ഉപവിദ്യാഭ്യാസ ഓഫീസർ പറയുന്നത്. പക്ഷേ ഇക്കാര്യം പറയാതെ തന്നെ ഇവിടെ ഒരു വേക്കൻസി വന്നിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഈ കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലേക്ക് ഈ അധ്യാപികയെ മാറ്റുകയായിരുന്നു. അതുകൊണ്ട് പൂർണ്ണമായും കാര്യങ്ങൾ മറച്ചുവെച്ച് മാറ്റുന്നു. ഒരു തരത്തിലും ഉടനെയൊന്നും നിയമനം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വേക്കൻസിയാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അക്കാര്യം ഈ വിശദീകരണത്തിലും രൂപത നൽകുന്നില്ല. ഒപ്പം പണം വാങ്ങിയാണ് നിയമനം നടത്തിയതെന്ന് രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോഴും ഈ പെൺകുട്ടിയുടെ ഈ ടീച്ചറുടെ അച്ഛൻ പറഞ്ഞു 13 ലക്ഷം രൂപ വാങ്ങിയാണ് നിയമനം നടത്തിയത്. ഇതിന് എവിടുന്ന് തെളിവ്? ആ പണം നേരിട്ട് ഓഫീസിൽ കൊടുക്കുകയും ആ പണം വാങ്ങിവെക്കുകയും ആ ജോലിക്ക് കയറാൻ പറയുകയുമായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു തെളിവുകളൊന്നും സഹിതമല്ല ആ പണം കൊടുത്തതെന്നാണ് ആ കുടുംബം പറയുന്നത്. ഇത്ര വലിയൊരു പണം ഈ 5 വർഷം മുമ്പ് 15 ലക്ഷം രൂപ നൽകുക, 1 രൂപ പോലും ശമ്പളം എന്ന രീതിയിൽ ലഭിക്കുക, അത് വരിക, സഹായധനം മാത്രം ലഭിക്കുക, ഒപ്പം കൂടെ ജോലി ചെയ്യുന്ന സഹായധനം മാത്രം ലഭിക്കുക, ഒപ്പം കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ കാരുണ്യത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക, ഇതൊക്കെ ഒരു വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് അവരെ നയിച്ചിരിക്കാം. എന്തായാലും സർക്കാരും ഈ മാനേജ്മെന്റും 2 വാദങ്ങൾ പറയുന്നു. അവർ 2 കൂട്ടരും പരസ്പരം അവരുടെ വാദമുഖങ്ങൾ പറഞ്ഞ് നേടാൻ ശ്രമിക്കുന്നു. പക്ഷേ ജീവൻ നഷ്ടമായത് ഒരു അധ്യാപികയ്ക്കാണ്. ഇത്തരത്തിൽ ഒരുപാട് അധ്യാപികമാരും അധ്യാപകരുമൊക്കെ നാട്ടിലുണ്ട്. ഈ സാങ്കേതികമായ നടപടിക്രമങ്ങൾ മൂലം അധ്യാപികയുടെ ജീവൻ ആണ് ഇവിടെ നഷ്ടപ്പെട്ടത്. ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത്? മാനേജ്മെന്റിന്റെ ഭാഗത്താണോ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്താണ്? എന്തായാലും ഇത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം പോലീസിനുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഈ അധ്യാപികയുടെ മരണ കുടുംബത്തെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. ഇവിടെ ശമ്പളം അവർക്ക് കിട്ടിയില്ല എന്നതൊരു വസ്തുതയാണ്. പക്ഷെ ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായതെന്നത് കണ്ടെത്തണം. ആലപ്പുഴ മാമ്പുഴക്കരിയിൽ വീട്ടമ്മയെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന കേസിൽ പ്രതികൾക്കായി വല വിരിച്ച് പോലീസ്. മാമ്പുഴക്കരി വേലിക്കെട്ടിൽ കൃഷ്ണമ്മയാണ് രാമഗിരി പോലീസിൽ പരാതി നൽകിയത്. 3.5 പവൻ സ്വർണം, 36,000 രൂപ, വോട്ടുപാത്രങ്ങൾ, ATM കാർഡ് എന്നിവ നഷ്ടപ്പെട്ടിരുന്നു. വീട്ടിൽ സഹായത്തിന് നിന്നിരുന്ന തിരുവനന്തപുരം സ്വദേശിനിയായ യുവതിയെ ഈ സംഭവത്തിന് ശേഷം, ഈ കവർച്ചയ്ക്ക് ശേഷം കാണാനില്ലെന്നും പരാതിയുണ്ട്. കവർച്ച നടത്തിയ 4-അംഗ സംഘത്തിനൊപ്പം യുവതി പോയെന്നാണ് പോലീസിന്റെ നിഗമനം. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ചില സംശയങ്ങൾ ഉയർന്നതാണ്. ഈ കൃഷ്ണമ്മയ്ക്കൊപ്പം അവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന യുവതിയെ ഈ സംഭവത്തിൽ കവർച്ചയ്ക്ക് ശേഷം കാണാനില്ല. ഇവരുടെ അറിവോടുകൂടിയാണോ കവർച്ച നടത്തിയത്? പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും സൂചന പോലീസിനുണ്ടോ?
ടോം, കൃഷ്ണമ്മ എന്ന വയോധികയായ സ്ത്രീയാണ് സ്വന്തം വീട്ടിൽ പൂട്ടിയിട്ട നിലയിൽ, മോഷണ ശ്രമത്തിന് ശേഷം സ്വന്തം വീട്ടിൽ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയെന്നുള്ള പരാതി നൽകുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ വീട്ടിൽ ജോലിക്കായി ഉണ്ടായിരുന്ന പ്രസീത എന്ന സ്ത്രീയെയും കാണാതായി എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നു. ഇവരുടെ വീട്ടിൽ നിന്നും ഏകദേശം 3 പവനോളം സ്വർണവും ഒപ്പം 36,000 രൂപയും മോഷണം പോയി എന്നുള്ളതാണ് ഇവർ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. 4 പുരുഷന്മാരടങ്ങുന്ന സംഘം വന്ന് പുലർച്ചെ 2 മണിയോടെ തന്റെ മാമ്പുഴക്കരയിലെ വീട്ടിൽ മോഷണം നടത്തി എന്നുള്ളതാണ് ഈ കൃഷ്ണമ്മ പോലീസിന്, രാമങ്കരി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. പക്ഷേ ഈ ഘട്ടത്തിൽ തന്നെ തന്റെ വീട്ടിൽ തനിക്കൊപ്പം ഉണ്ടായിരുന്ന പ്രസീത എന്ന തിരുവനന്തപുരം സ്വദേശിയെ കാണാനില്ല എന്നുള്ള വിവരവും ഇവർ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രസീതയ്ക്കെതിരെ ഈ കൃഷ്ണമ്മ മൊഴി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ പ്രസീതയ്ക്ക് ഈ മോഷണത്തിൽ കൃത്യമായി പങ്കുണ്ട് എന്നുള്ള ഒരു അനുമാനത്തിലാണ് പോലീസ് ഉള്ളത്. ഈ പ്രസീതയുടെ ആൺസുഹൃത്ത്, കസ്റ്റഡിയിലുണ്ടായിരുന്ന ആൺസുഹൃത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഈ പ്രസീതയ്ക്കും പ്രസീതയുടെ കുടുംബാംഗങ്ങൾക്കും ഈ മോഷണത്തിൽ പങ്കുണ്ട്, അതായത് പ്രസീതയുടെ മകനാണ് ഈ മോഷണത്തിൽ പ്രധാന പങ്കുള്ളത് എന്ന് പോലീസ് പറയുമ്പോഴും ഈ കൃഷ്ണമ്മ അത് അത്ര കണ്ട് വിശ്വാസത്തിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴികളിലൊക്കെയുള്ള പല വൈരുദ്ധ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള സൗഹൃദം ഉണ്ടായത്? കാരണം കൃഷ്ണമ്മയും മക്കളുണ്ടെങ്കിലും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒപ്പം ഈ പ്രസീതയെ സംബന്ധിച്ച് ചില ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഉണ്ട് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് തിരുവനന്തപുരം ബാലരാമപുരത്ത് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ പോലീസ് മറ്റെന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടായിരുന്നോ? കാരണം വീടിനകത്ത് നിന്നും ആരും വീട് പൂട്ട് പൊളിച്ചൊന്നുമല്ല അകത്ത് കയറിയിരിക്കുന്നത്, മറിച്ച് വീടിനകത്തേക്ക് അകത്തുനിന്ന് ആരുടെയോ സഹായം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആണ് മോഷണം നടത്തിയ ആളുകൾ അകത്തേക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ കൈ കെട്ടിയിട്ട നിലയിലായിരുന്നു എന്ന് പറയുമ്പോഴും പിന്നെ എങ്ങനെയാണ് ഇവർ പുറത്തേക്ക് വന്നതെന്നുള്ളതിനുള്ള വ്യക്തമായ വിശദീകരണം ഒന്നും പോലീസിന് ലഭ്യമായിട്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. രാമങ്കരി പോലീസ് ഈ സംഭവം നടന്ന 1 മണിക്കൂറിന് ശേഷമാണ് പോലീസിന് വിവരം ലഭിക്കുന്നത്. അപ്പോൾ തന്നെ ഇന്നലെ പുലർച്ചെ തന്നെ ബാലരാമപുരത്ത് എത്തുകയും അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ പ്രസീതയുടെ വീട്ടിലുള്ള മകൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനകത്ത് ബന്ധമുണ്ട് എന്നുള്ള അനുമാനത്തിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവരൊക്കെ തമ്മിൽ മറ്റെന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടോ എന്ന സംശയവും അത്തരം കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ് കേട്ടോ. തീർച്ചയായും ആ യുവതിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണമുള്ളത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ കൃഷ്ണമ്മയ്ക്ക് ഈ പ്രസീതയെക്കുറിച്ചൊരു പരാതിയില്ലായിരുന്നല്ലോ, കാരണം അത്രയധികം ഇവരെ വിശ്വസിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ പക്ഷെ പോലീസിൻ്റെതാണോ ഈ യുവതിക്ക് ഈ മോഷണത്തിൽ കവർച്ചയ്ക്ക് പങ്കുണ്ടെന്ന് പോലീസിന്റെ ഒരു സംശയമാണോ ശരണ്യ? ടോമ, അതാണ് പറഞ്ഞത്. മൊഴി നൽകിയ ഘട്ടത്തിലും ഈ കൂടെ ഉണ്ടായിരുന്ന പ്രസീതയെ കാണാനില്ലെന്ന് പറയുമ്പോഴും ഒക്കെ ഈ കൃഷ്ണമ്മ നൽകിയിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് തന്റെ കൈ കെട്ടിയിട്ട് മോഷണം നടന്ന സമയത്ത് തൊട്ടടുത്ത മുറിയിൽ പ്രസീതയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു, അവളും ഉപദ്രവിക്കപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള മൊഴിയാണ് അവർ നൽകിയിട്ടുള്ളത്. പോലീസ് ഉറപ്പിച്ചു പറയുന്നു 2 സ്ത്രീകളും 2 പുരുഷന്മാരും അടങ്ങുന്ന 4-അംഗ സംഘമാണ് അവിടെ എത്തിയതെന്ന് പോലീസ് പറയുമ്പോഴും അല്ല, 4 പുരുഷന്മാരാണ് എത്തിയത് എന്നുള്ള മൊഴിയിലാണ് അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഒപ്പം ഈ കൃഷ്ണമ്മയും ഈ പ്രസീതയും തമ്മിൽ പരിചയപ്പെട്ട സാഹചര്യങ്ങൾ അവർ വ്യക്തമാക്കുന്നത് ഹോം നേഴ്സായാണ് പ്രസീത ജോലി ചെയ്യുന്നത്. ഒപ്പം പ്രസീത ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ച് 6 മാസം മുമ്പ് കണ്ട പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ വീട്ടിൽ താമസിക്കാൻ വന്നു എന്നുള്ളതാണ്. പക്ഷേ പോലീസ് പറയുന്നത് അങ്ങനെയല്ല, പ്രസീതയുടെ മകൾ ഉൾപ്പെടെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പോലീസ് പറയുന്നുണ്ട്. അത്തരത്തിൽ ഈ മൊഴിയും പോലീസിന്റെ കണ്ടെത്തലും തമ്മിൽ വ്യത്യസ്തമാകുന്നു എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല ഇവർക്ക് മറ്റ് പശ്ചാത്തലമുണ്ട്, അതായത് പ്രസീതയുടെ ആൺസുഹൃത്തിൽ നിന്നും പ്രസീതയുടെ അറിവോടെയാണ് ഈ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആൺസുഹൃത്തി മോഷണത്തിന് ഇവിടെ എത്തിയിരുന്നു, പ്രസീതയുടെ മകൻ എത്തിയിരുന്നു എന്നുള്ള കാര്യം വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ വീട്ടമ്മയെ കെട്ടിയിട്ട് കവർച്ച നടത്തിയ കേസിൽ വീട്ടുജോലിക്കാരിയെയും 4-അംഗ സംഘത്തെയും കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. ഭർത്താവ് മരിച്ചാൽ മൂലക്കിരിക്കണം, മഞ്ഞിൽ കളിക്കാനല്ല പോകേണ്ടത്. മണാലിയിൽ പോയി സോഷ്യൽ മീഡിയയിൽ വൈറലായ നഫീസ് ഉമ്മയുടെ യാത്രയെ വിമർശിച്ച് ഒരു മുസ്ലിം മതപണ്ഡിതൻ നടത്തിയ വാക്കുകളാണിത്. നഫീസ് ഉമ്മയ്ക്കെതിരെ മോശം പരാമർശം നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. അതിനെതിരെ വലിയ വിമർശനവും
ഉയരുന്നുണ്ട്. നഫീസ് ഉമ്മയെ പിന്തുണച്ചുകൊണ്ടും നിരവധി ആളുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തുന്നത്. ഇതോടെ ഇയാൾക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നതിന് പിന്നാലെ നഫീസ് ഉമ്മയ്ക്ക് പിന്തുണയും ഏറുകയാണ്. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ മഞ്ഞ് വാരി ഇങ്ങനെ ഇടാണ് മൂപ്പത്തി. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം അങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. വിശദാംശങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട്. ഷംന, സാധാരണഗതിയിൽ സ്ത്രീകൾക്കെതിരെ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഉയരാറുണ്ട്. അതിനെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ നിരവധി ആളുകൾ രംഗത്തെത്താറുണ്ട് സമൂഹ മാധ്യമങ്ങൾ. പക്ഷേ ഈ നഫീസ് ഉമ്മയ്ക്കെതിരായ ഈ മതപണ്ഡിതൻ്റെ വിമർശനത്തിന് വലിയ രീതിയിലുള്ള എതിർപ്പാണ് സോഷ്യൽ മീഡിയ നടത്തുന്നത്. മാത്രമല്ല നഫീസ് ഉമ്മയ്ക്ക് വലിയ പിന്തുണയും ഏറുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്? നഫീസ് ഉമ്മയുടെ ആ മണാലിയിലുള്ള ആഘോഷം വളരെ രസകരമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ മുസ്ലിം മതപണ്ഡിതൻ അതിനെ വിമർശിക്കുന്നത്? ടോം, ഡിസംബർ 11-ാം തീയതിയായിരുന്നു നഫീസ് ഉമ്മ മക്കളോടൊപ്പം മണാലിയിലേക്ക് യാത്ര പോയത്. ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായി ഒരുപാട് പേർ ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണ്. കാരണം 55 വയസ്സുള്ള ഒരു ഉമ്മ അന്യനാട്ടിൽ പോകുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു. അതിലുപരി മറ്റുള്ളവർക്ക് ആ യാത്രയ്ക്കും നമുക്ക് അങ്ങനെയൊക്കെ പോവാൻ, എപ്പോഴും ജീവിതം ഒതുങ്ങിപ്പോവേണ്ടതല്ല, അല്ലെങ്കിൽ ഒരു മുറിക്കുള്ളിൽ ഒതുക്കി വെക്കേണ്ടതല്ല, ആഘോഷിക്കാനുള്ളതാണെന്നൊക്കെയുള്ള വലിയൊരു സന്ദേശം, വലിയൊരു സന്തോഷം നൽകുന്ന ഒരു വീഡിയോ അത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ കാന്തപുരം വിഭാഗത്തിലെ നേതാവും മതപണ്ഡിതനുമായ ഇബ്രാഹിം സഖാഫി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ നഫീസ് ഉമ്മയുടെ ഭർത്താവ് 25 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതാണ്. അതായത് നഫീസ് ഉമ്മ ഒരു വിധവയാണ്. ഈ വീടിൻ്റെ മൂലയിൽ, അതായത് ഭർത്താവ് മരിച്ച വീടിൻ്റെ മൂലയിൽ പ്രാർത്ഥനയുമായി ദിക്റും സലാത്തും ഒക്കെ ചൊല്ലിയിരിക്കേണ്ട ഒരു പ്രായത്തിൽ ഇങ്ങനെ അന്യ നാട്ടിലൊക്കെ പോയി, ഏതോ ഒരു നാട്ടിൽ പോയി മഞ്ഞിൽ കളിക്കാൻ പോയതാണ് എന്നാണ് വിമർശനം. ഏതോ ഒരു വീടിൻ്റെ ഒരു മൂലയിൽ പ്രാർത്ഥനയുമായി ഒതുങ്ങി നിൽക്കേണ്ടതിന് പകരം വേറെ നാട്ടിൽ പോകുന്നു, മഞ്ഞിൽ കളിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് സമൂഹം പോകുന്നത് എന്ന തരത്തിലുള്ള ഒരു മെസ്സേജ്, അല്ലെങ്കിൽ അതിനെ വളരെയധികം നെഗറ്റീവ് ആക്കുന്ന തരത്തിൽ സ്ത്രീകൾ അങ്ങനെ ഒതുങ്ങിയിരിക്കേണ്ടവരാണ്, അവരങ്ങനെ പുറത്തൊന്നും പോവേണ്ട, അവരുടെ ആഘോഷം വീടിനുള്ളിൽ മതി എന്നൊക്കെയുള്ള ഒരു എന്താ പറയുക, അത്രയധികം ഒരു ഈ നമ്മളെപ്പോഴും പറയില്ലേ പുരുഷാധിപത്യത്തിൻ്റെ ലോകം എന്നൊക്കെ, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള വിമർശനമാണ് ഈ നഫീസ് ഉമ്മയുടെ യാത്ര വൈറലായതിന് പിന്നാലെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. കാരണം എല്ലാ കാലത്തും സ്ത്രീകൾക്കെതിരെ, പ്രത്യേകിച്ച് മുസ്ലിം മതത്തിലെ സ്ത്രീകൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, അല്ലെങ്കിൽ സൈബർ ഇടത്തൊക്കെ അവർ വലിയ രീതിയിൽ ഹിറ്റായി വരുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു ജോലി മേഖലയിലേക്കോ മറ്റേതെങ്കിലും മേഖലയിൽ മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകൾ ഉയർന്നു വരുമ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പതിവാണ്. അത് നേരത്തെ തന്നെ മുസ്ലിം ലീഗിൻ്റെ അടക്കം അല്ലെങ്കിൽ സമസ്തയുടെ അടക്കം നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അത്തരം ഒരുപാട് പരാമർശങ്ങൾ നമ്മൾ നേരത്തെ മുതൽ തന്നെ കണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ ഡിസംബർ 11-ാം തീയതി മണാലിയിൽ പോയി ഏകദേശം ആ സമയത്ത് തന്നെയാണ് ഈ വീഡിയോ വൈറലാവുന്നത് നഫീസ് ഉമ്മയുടെ. അന്ന് തൊട്ട് ഈ വീഡിയോയിൽ വളരെയധികം പോസിറ്റീവായ കമൻസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഇപ്പോൾ അത് നെഗറ്റീവായിരിക്കുകയാണ്. അത് ഒരു ഉസ്താദിന് എങ്ങനെയാണ് ഇത്രയധികം അതിനെ നെഗറ്റീവാക്കി പറയാൻ കഴിയുന്നത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത്. കാരണം ഒരു തരത്തിൽ സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അവർ ആഘോഷിക്കുമ്പോൾ, ജീവിതം അവർ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അതിൽ അസൂയപ്പെടുന്ന, അല്ലെങ്കിൽ അതിലൊരു തരം വെറുപ്പ് കണ്ടെത്തുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചകൾ. വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇബ്രാഹിം സഖാഫിക്ക് നേരെ ഉയരുന്നതും. കാരണം എല്ലാ കാലത്തും എത്ര കാലം സ്ത്രീകളെ ഇങ്ങനെ അടിമകളാക്കി വെക്കും, അല്ലെങ്കിൽ ഒരു മുറിക്കുള്ളിൽ അടച്ചിടുമെന്നാണ് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകൾ എല്ലാ മേഖലയിലും ഉയർന്നു വരുന്ന, ജോലി കാര്യത്തിലായിക്കോട്ടെ രാഷ്ട്രീയത്തിലായിക്കോട്ടെ, എല്ലാ മേഖലയിലും സ്ത്രീകൾ അവരുടേതായ പ്രാതിനിധ്യം, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ, അവരുടെ സന്തോഷമൊക്കെ കണ്ടെത്തുമ്പോൾ പിന്നോട്ടടിക്കുന്ന നേതാക്കൾ, അത് പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിൽ നിന്ന് മാത്രം സൂചിപ്പിച്ചതുപോലെ അവരാഘോഷിക്കട്ടെ. കാരണം വിധവയായി എന്ന് വെച്ച് ജീവിതത്തിന് ആഘോഷം പാടില്ല എന്ന ചില മതപണ്ഡിതരുടെ നിലപാട് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം കാലം മാറിയെന്ന് ഇതുപോലുള്ള മതപണ്ഡിതർ തിരിച്ചറിയണം. നഫീസ് ഉമ്മയെ പ്രത്യേകിച്ചും വിധവയായി 25 വർഷത്തോളം ജീവിച്ച
നഫീസുമ്മയെ ചേർത്ത് നിർത്തുകയാണ് ഇതുപോലുള്ള മതങ്ങൾ ചെയ്യേണ്ടത്. അവർക്ക് ആഘോഷിക്കാനുള്ള അവസരമൊരുക്കുകയാണ് ചെയ്യേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഡൽഹി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു. 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പർവേസ് സാഹിബ് സിംഗ് വർമ്മയ്ക്ക് ഉപമുഖ്യമന്ത്രി പദം ലഭിക്കും.